കത്തോലിക്ക പള്ളിയായ അനൻസിയേഷൻ ബസിലിക്കയാണ് അത്ഭുതകരമായ മംഗളവാർത്ത നടന്ന പുണ്യസ്ഥലം. ക്രിസ്തീയ പാരമ്പര്യമനുസരിച്ച് പരിശുദ്ധ അമ്മ നസ്രത്തിലെ ഒരു നീരുറവയിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോൾ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് യേശുവിനെ പ്രസവിക്കുമെന്ന ദിവ്യവാർത്ത അറിയിച്ചു. ഈ പുണ്യനിമിഷം യേശുക്രിസ്തുവിന്റെ വരവിനെക്കുറിച്ചുള്ള സന്ദേശം ആയിരുന്നു. മംഗളവാർത്ത ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾക്ക് ദൈവിക ഇടപെടലിന്റെയും വിശ്വാസത്തിന്റെയും ശക്തമായ പ്രതീകമാണ്. ചരിത്രത്തിലുടനീളം അനൻസിയേഷൻ ബസിലിക്ക ക്രിസ്ത്യൻ ലോകത്തിലെ ഏറ്റവും ആദരണീയമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഗബ്രിയേൽ മാലാഖ മറിയത്തോട് സംസാരിച്ച പുണ്യസ്ഥലത്തെ ആദരിക്കാൻ ലോകമെമ്പാടുമുള്ള ഭക്തരായ ക്രിസ്ത്യാനികൾ നസ്രത്തിലെ ഈ ദേവാലയത്തിൽ വരുന്നുണ്ട്. മറിയത്തിന്റെ ജന്മനാടാണ് നസ്രത്ത്. ഇതിനെ പലപ്പോഴും ദി സിറ്റി ഓഫ് ദി അനൻസിയേഷൻ എന്ന് വിളിക്കുന്നു. നൂറ്റാണ്ടുകളുടെ മതപരമായ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച ഈ പട്ടണം ഏതൊരു ക്രിസ്തീയ തീർത്ഥാടനത്തിനും ഒരു കേന്ദ്ര സ്ഥലമായി മാറുന്നു. വിശുദ്ധ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഇവിടെ സന്ദർശിക്കുന്നത് അവരുടെ ആത്മീയ യാത്രയുടെ ഒരു അനിവാര്യ ഭാഗമാണ്. പള്ളിയുടെ മധ്യഭാഗത്തെ ഗ്രോട്ടോ മേരിയുടെ ഭവനമായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് ബൈബിൾ സംഭവങ്ങളുമായി ഒരു അതുല്യമായ ബന്ധം നൽകുന്നതാണ്. 1969 നിർമ്മിച്ച പള്ളിയിൽ കുരിശ് യുദ്ധക്കാരുടെയും ബൈസന്റിയൻ കാലഘട്ടങ്ങളുടെയും മുൻകാല ഘടനകളുടെ അവശിഷ്ടങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഇത് സന്ദർശകർക്ക് പുരാതനവും ആധുനികവും അനുഭവിക്കാൻ സാധ്യമാകുന്നു. വാസ്തുവിദ്യ കൊണ്ട് മനോഹരമാണ് ഈ ബസിലിക്ക. ബസിലിക്കയിലെ ഗ്രോട്ടോ മേരിയുടെയും ഗബ്രിയേലിന്റെയും സാന്നിധ്യം ഉണർത്തുന്ന ഒരിടമാണ്. ഇത് ആഴത്തിലുള്ള ആത്മീയ ബന്ധം ഉണർത്തുന്നു. കന്യകാമറിയത്തെ പ്രതീകപ്പെടുത്തുന്ന മഡോണ ലില്ലി പുഷ്പത്താൽ അലങ്കൃതമായി 55 മീറ്റർ ഉയരത്തിൽ മനോഹരമായൊരു താഴികക്കുടം ബസിലിക്കയുടെ അകത്തളത്തുണ്ട്. ലോകമെമ്പാടുമുള്ള കന്യകാമറിയത്തെ ചിത്രീകരിക്കുന്ന മൊസൈക്കുകൾ കൊണ്ട് അലങ്കരിച്ച ഈ മുകൾ നിലയും മറ്റൊരു മനോഹര കാഴ്ച തന്നെ. ഓരോ മൊസൈക്കും ക്രിസ്തീയ വിശ്വാസത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യത്തിന്റെ വ്യത്യസ്തമായ സാംസ്കാരിക വ്യാഖ്യാനത്തെ പ്രതിനിധീകരിക്കുന്നു. ഗ്രോട്ടോ സ്ഥിതി ചെയ്യുന്ന പള്ളിയുടെ താഴത്തെ നിലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയ്ക്ക് തന്റെ ദിവ്യ സന്ദേശം നൽകിയതായി പറയപ്പെടുന്ന സ്ഥലം ഇതാണ്. പള്ളിയുടെ വാതിലിന് മുകളിൽ ലാറ്റിൻ ഭാഷയിൽ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് ആലേഖനം ചെയ്തിട്ടുമുണ്ട്. എല്ലാ വർഷവും മാർച്ച് 25-നാണ് ഈ ബസിലിക്കയിൽ തിരുനാൾ ആഘോഷിക്കുന്നത്.